ഹായ്, എല്ലാവർക്കും മലയാളി കപ്പിൾസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഒരുപാട് നാളായി ഇരുന്നൊരു വീഡിയോ ചെയ്തിട്ട് പല സമയ പരിമിതികൾ മൂലവും പിന്നെ നല്ലൊരു കണ്ടന്റ് വേണമല്ലോ ഇരുന്ന് സംസാരിക്കണമെങ്കിൽ. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഇച്ചിരി വൈകിപ്പോയത് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനായിട്ട്. അപ്പോൾ ഈ വീഡിയോയുടെ ബേസ് തന്നെ ഞാൻ പണ്ട് ചെയ്തിരുന്ന കുറേ വീഡിയോസിന് ഇപ്പോഴും ഭയങ്കരമായിട്ട് കമൻറ്റ് വരുന്നുണ്ട്. ഡെയിലി എനിക്ക് അതിന് റിപ്ലൈ കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി കുറേ ആളുകൾക്ക് ഇതിനെപ്പറ്റി കുറേ സംശയങ്ങളുണ്ട്. പിന്നെ ഇതുമായിട്ട് മീൻസ് എൻ്റെ പ്രഗ്നൻസി, ഹോസ്പിറ്റൽ റിലേറ്റഡ്, പിന്നെ കുറേ സ്കീംസ്, പിന്നെ കുഞ്ഞുങ്ങൾക്ക് ഉപയോഗിക്കുന്ന പ്രോഡക്ട്സ്, ഇതൊക്കെയാണ് ഞാൻ വാങ്ങിച്ച ഓരോ സാധനത്തിനും ഇപ്പോഴും എനിക്കിങ്ങനെ എൻക്വയറീസ് വന്നുകൊണ്ടിരിക്കുകയാണ്. കൊള്ളാമോ, ഇത് യൂസ് ചെയ്യണോ, ഇത് വാങ്ങിക്കുന്നത് നല്ലതാണ്. എൻ്റെ ഡെലിവറി ബാക്ക് പാക്കിംഗ് വീഡിയോ ഇപ്പോഴും നല്ല രീതിയിൽ കയറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അതിനകത്ത് ഞാൻ ഓവറായിട്ടൊന്നും കാണിച്ചിട്ടില്ല. നമുക്ക് സാധാരണ വേണ്ടുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഞാൻ കൊണ്ടുപോയിട്ടുള്ളൂ. അതെല്ലാം എനിക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് ഞാനത് വീഡിയോ ഇട്ട് തന്നെ ഡെലിവറി കഴിഞ്ഞിട്ടായിരുന്നു. കാരണം അതിനകത്തൊന്ന് വേസ്റ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ പറയണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ നേരത്തെ ഇടാറുള്ളത്. അപ്പോൾ ആ വീഡിയോസിനൊക്കെ ഇപ്പോഴും കമൻറ്റ് വരുമ്പോൾ എനിക്ക് മനസ്സിലായി അത് ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന്. അതിലെ പല പ്രോഡക്ട്സിൻ്റെ ലിങ്ക്, അങ്ങനെയുള്ള കാര്യങ്ങൾ, പിന്നെ ഇപ്പം ഞാൻ കുറേ ചെയ്തിട്ടുള്ള കുറേ കുഞ്ഞിനെ വാങ്ങിച്ചിട്ടുള്ള കുറേ കാര്യങ്ങൾ. ഇപ്പോൾ കല്ലുവിന് 3 വയസ്സായി, രണ്ടാമത്തെ കുഞ്ഞിന് 1 വയസ്സ് കഴിഞ്ഞു. എന്നിട്ടും എനിക്ക് കല്ലുവിൻ്റെ സമയത്ത് ചെയ്ത വീഡിയോസിന് ഫുള്ള് എൻക്വയറീസ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് വിചാരിച്ചത് കുറേ സ്കീംസും കാര്യങ്ങളൊക്കെ പരിചയപ്പെടുത്തി തരാമെന്ന്. അപ്പോൾ നിങ്ങൾക്ക് തമ്മിൽ കണ്ടപ്പോഴേ മനസ്സിലായി കാണും, പ്രൈവറ്റ് ഹോസ്പിറ്റൽ വേഴ്സസ് ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് എൻ്റെ ഇന്നത്തെ ടോപ്പിക്. ഇതിൽ ഹോസ്പിറ്റൽ മാത്രമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, കുറച്ച് സ്കീംസ് കൂടെ പരിചയപ്പെടുത്താം. മീൻസ് നമുക്കറിയാത്ത കുറേ കാര്യങ്ങളുണ്ട്. എനിക്ക് പറ്റിയ ഒരു പ്രശ്നം അത് നിങ്ങൾക്ക് ആർക്കും ഉണ്ടാവരുത് എന്ന് കരുതിയിട്ടാണ്. അപ്പോൾ ആ സ്കീംസ് എല്ലാവരും അറിഞ്ഞിരിക്കാനും അതിൻ്റെ പുറകെ നമ്മൾ നടക്കുക തന്നെ വേണം എന്ന് നിങ്ങളെ ഒന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടൂടെയാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഇച്ചിരി ലാഗായിപ്പോയി, എന്നാൽ നമുക്ക് ടോപ്പിക്കിലോട്ട് വരാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറയാണ്, പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് മോശമാണ് എന്നല്ല ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. പ്രഗ്നൻസിക്ക് ഏതാണ് പറ്റുന്നതെന്ന്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ജനിച്ചപ്പോൾ മുതൽ ഈ കല്ലുവിൻ്റെ ഡെലിവറി വരെ ഞാൻ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കയറിയിട്ടേ ഇല്ല. എല്ലാം പ്രൈവറ്റിലായിരുന്നു, ഫുൾ കാര്യങ്ങളും പ്രൈവറ്റിലായിരുന്നു. ഒരു പനി വന്നാൽ പ്രൈവറ്റിലോട്ട്, അല്ലെങ്കിൽ എന്ത് ആവശ്യം ഉണ്ടെങ്കിലും പ്രൈവറ്റ്. ഞാൻ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കണ്ടിട്ട് പോലും ഇല്ല എന്നുള്ളതായിരുന്നു സത്യം. അത് കഴിഞ്ഞിട്ട് പക്ഷേ എനിക്കൊരു നടുവിന് കൊളുത്തിപ്പിടിക്കാൻ പറ്റിയിട്ടില്ല. അതുപോലൊരു സംഭവം ആയിരിക്കണം, എനിക്കറിയത്തില്ല. അങ്ങനെ ഒരു സംഭവം വന്നു. എനിക്ക് നടുവിന് കൊളുത്തിപ്പിടിക്കുന്ന പോലെ പെട്ടെന്ന് ഒരു ദിവസം മിന്നലടിക്കുന്ന പോലെ എൻ്റെ ഈ നടുവിനൊരു വേദന വന്നു. അപ്പം ഞാൻ പെട്ടെന്ന് പോയിട്ട്, നമുക്കറിയത്തില്ല എന്താണ് സംഭവം, നമുക്കറിയത്തില്ല. അപ്പോൾ വീട്ടിൽ പറഞ്ഞപ്പം എല്ലാവരും വിചാരിച്ചു ഈ നടുവിന് കണ്ണി കളിച്ചോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നറിയില്ല. കല്ലുവിൻ്റെയൊക്കെ ഡെലിവറിക്ക് മുമ്പ്. അപ്പോൾ വീട്ടിൽ നിന്ന് എല്ലാവരും സാധാരണ ഗവൺമെൻറ്റിലോട്ടായിരിക്കുമല്ലോ പറഞ്ഞു, നല്ല ഡോക്ടേഴ്സ് ഉണ്ടെന്ന്. അപ്പോൾ അങ്ങോട്ടാണ് ഞങ്ങൾ പോയത്. കല്യാണം കഴിഞ്ഞിട്ടുള്ളൊരു സമയത്ത് സംഭവമാണ് എന്താണ് നടുവിന് പ്രശ്നം എന്നുള്ളൊരു ഇതിൽ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി. അവിടെ ചെന്നുടനെ ഡോക്ടർ എക്സ്റേ എടുക്കാൻ പറഞ്ഞു. ഞാൻ എക്സ്റേ എടുത്തിട്ട് ഡോക്ടർ നോക്കിയിട്ട് എന്നോട് പറഞ്ഞു കണ്ണിയകൽച്ചയാണെന്ന് പറഞ്ഞു കേട്ടോ. അപ്പം ഞാനങ്ങ് വിഷമിച്ച് പോയി, ദൈവമേ കല്യാണം കഴിഞ്ഞ് വന്നതേ ഉള്ളൂ, ഉടനെ കണ്ണിയകൽച്ചയോ. ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് മീൻസ് ഓൾറെഡി എല്ലാവർക്കും അറിയാമായിരിക്കും ഞങ്ങളുടെ ലവ് മാരേജ് ആയിരുന്നു. അപ്പോൾ നമ്മൾ ഒരു സപ്പോർട്ടും ഇല്ലാത്തൊരു വീട്ടിലോട്ട് ചെന്നതാണ്. അപ്പോൾ വീണ്ടും എനിക്ക് അതിന് പറ്റിയ പ്രശ്നങ്ങളാണോ എന്നൊക്കെയുള്ളൊരു ഇത് വരും. പക്ഷേ ഹസ്ബൻഡ് അപ്പോൾ ഉടനെ അവർ ബെൽറ്റ് യൂസ് ചെയ്താൽ മതി, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പെയിൻ കില്ലേഴ്സ് ആണെന്ന് തോന്നുന്നു തന്നു, ബെൽറ്റ് യൂസ് ചെയ്യാൻ പറഞ്ഞു. ഞാനപ്പോൾ ബെൽറ്റ് യൂസ് ചെയ്ത് കുറേ നാൾ പോയപ്പോൾ അപ്പോൾ ആരെണ്ടൊക്കെ പറഞ്ഞു, ഞാനപ്പോൾ MSc ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ നിനക്ക് ഭാവി കുഞ്ഞൊക്കെ, ഞങ്ങൾ ഓൾറെഡി 3 വർഷം കഴിഞ്ഞ് മതി, ബേബി പ്ലാൻ എന്നൊക്കെ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ ശരി, അപ്പോൾ ആരെടയ്ക്കും എന്നോട് പറഞ്ഞു ഇങ്ങനെ ബെൽറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഭാവിയിൽ പ്രഗ്നൻസിക്കൊക്കെ ബുദ്ധിമുട്ടാകും, ഇത് കണ്ടിന്യൂസ് യൂസ് ചെയ്യുന്നത് ശരിയല്ല എന്നൊക്കെ. അപ്പോൾ എനിക്ക് ഡോക്ടർ തന്നിരിക്കുന്ന ഒരു ഉപദേശം എന്ന് പറഞ്ഞാൽ രാത്രിയിൽ ഉപയോഗിക്കില്ലെന്നേ ഉള്ളൂ, പകലൊക്കെ നമ്മൾ നിൽക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒക്കെ യൂസ് ചെയ്യാനായിരുന്നു. സത്യമാണ്, ആ ബെൽറ്റ് കെട്ടുമ്പോൾ എനിക്ക് വേദനയൊന്നുമില്ല, നോർമൽ നമുക്ക് മെഡിക്കൽ സ്റ്റോറിൽ നിന്നെല്ലാം കിട്ടും. അപ്പോൾ അങ്ങനെ സാധാരണ ബെൽറ്റ് യൂസ് ചെയ്ത് പോകാറുണ്ട്. അപ്പോൾ കുറേ നാൾ കഴിയുമ്പോൾ ചേട്ടൻ എന്ന് ചോദിച്ചാൽ നീ ഇങ്ങനെ ബെൽറ്റ് യൂസ് ചെയ്ത് നിൽക്കാനാണോ പ്ലാൻ, നമുക്ക് ബിലീവേഴ്സിലൊന്ന് കാണിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ തിരുവല്ല ബിലീവേഴ്സിൽ പോയി. ബിലീവേഴ്സിൽ ചെന്നപ്പം അവിടുത്തെ ഡോക്ടറെ എക്സ്റേയും ചോദിച്ചില്ല, ഞാൻ കഴിക്കുന്ന മെഡിസിൻസ് മാത്രം നോക്കിയിട്ട് എന്നോട് പറഞ്ഞു ഈ ഗുളികയൊക്കെ എന്തിനാണ് നീ ഇപ്പോൾ കഴിക്കുന്നതെന്ന് ഒറ്റ ചോദ്യം. ഞാൻ വിചാരിച്ചു ഞാനിതിൻ്റെ വിഷം കഴിച്ചതിനുള്ളൊരു എഫക്റ്റ് ആയിരുന്നു. ഇത്രയും ഗുളികയോ എൻ്റെ കുഞ്ഞെ, ഇതൊന്നും കഴിക്കേണ്ട ആവശ്യമേ ഇല്ല. അപ്പം ഞാൻ ആദ്യമായിട്ടായിരുന്നു, അന്നാണ് ഞാൻ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കയറുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതുപോലെ കണ്ണിയകൽച്ച ഉണ്ടെന്നാണ്. ഞാൻ എക്സ്റേ എടുക്കാൻ തുടങ്ങിയ ഡോക്ടറിന് എക്സ്റേ ഒന്നും വേണ്ട, ഇത് നടു ഉളിക്കിയതോ അല്ലെങ്കിൽ കാൽസ്യത്തിൻ്റെ കുറവ്. എന്നോട് ചോദിച്ചു എൻ്റെ ഫുഡിൻ്റെ രീതികളൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ ഈ മീൻ, മുട്ട ഇതൊന്നും തിന്നത്തില്ല, അപ്പോൾ കാൽസ്യത്തിൻ്റെ കുറവായിരിക്കും തീർച്ചയായിട്ടും. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഞാൻ നിനക്ക് കുറച്ച് ഗുളിക തരാമെന്ന് പറഞ്ഞിട്ട് കാൽസ്യം ഗുളിക തന്നു. ബെൽറ്റിന് യൂസ് ചെയ്യേണ്ടെന്ന് പറഞ്ഞു. കണ്ണിയകൽച്ചയൊന്നും എനിക്കില്ലയെന്ന് ഡോക്ടർ പറഞ്ഞു. എന്നിട്ട് ഞാൻ ആ കാൽസ്യത്തിൻ്റെ ഗുളിക കഴിച്ചു. അതെനിക്ക് തോന്നുന്നു 15 ദിവസമോ അത്രയും കണ്ടേ തന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് കുറവില്ലെങ്കിൽ വന്ന് കാണിക്കാൻ പറഞ്ഞു. പക്ഷേ ആ 15 ദിവസം കൊണ്ട് തന്നെ കംപ്ലീറ്റ് ആയിട്ട് എൻ്റെ വേദനയും പോയി. എനിക്കൊരു കണ്ണിയകൽച്ച ഇല്ലായിരുന്നു എന്നുള്ളതാണ് സത്യം. അപ്പോൾ എന്തിനാ അവർക്കൊരു മാർക്കറ്റിംഗ്. ഈ ബെൽറ്റ് ഞാൻ വാങ്ങിച്ചത് തന്നെ ഡോക്ടറിൻ്റെ അടുത്ത്
ബെൽറ്റ് വെക്കാൻ ഒരാളുണ്ടായിരുന്നു. അപ്പോൾ ആളുടെ അടുത്ത് നിന്ന് ഡോക്ടർക്ക് അതിന് കമ്മീഷൻ കാണുമായിരിക്കും. മേ ബി എല്ലാ ഡോക്ടർമാർക്കും കാണുമല്ലോ, ഇന്ന ഒരു ലാബിലോട്ടൊക്കെ വിടുമ്പോൾ അതിൻ്റെ കമ്മീഷൻ അതായിരിക്കും. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഞാൻ പ്രൈവറ്റ് ഹോസ്പിറ്റലിനെ ആക്ഷേപിക്കാൻ വന്നാൽ ഇവിടെ എന്നെ ഹെൽപ്പ് ചെയ്തത് പ്രൈവറ്റ് ഹോസ്പിറ്റലാണ്. അപ്പോൾ പ്രഗ്നൻസി വന്നു. അപ്പോൾ ഞാൻ ഒറ്റയടിക്ക് പറഞ്ഞു, അയ്യോ വേണ്ട എനിക്ക് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോകുന്ന പേടിയാണ്, പ്രൈവറ്റ് മതി, നമ്മുടെ ആദ്യത്തെ കുഞ്ഞല്ലേ എന്നൊക്കെയുള്ളൊരിത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ കംപ്ലീറ്റ്ലി ഞാൻ എൻ്റെ പ്രഗ്നൻസി സ്റ്റോറിയിൽ ഡീറ്റെയിൽ ആയിട്ട് ഈ സംഭവം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ പ്രൈവറ്റിലാണ് കാണിച്ചത്. പ്രൈവറ്റിൽ കാണിച്ചു. അപ്പം നമുക്കിപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ എല്ലാവർക്കും ഒരു റിപ്പോർട്ടൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഏകദേശം ഓക്കെ ആണോ അല്ലയോ എന്നൊക്കെ അറിയാം. അപ്പോൾ ഫസ്റ്റ് സ്കാൻ്റെ റിപ്പോർട്ട് കണ്ടു. ആദ്യം തന്നെ നമ്മൾ കൺഫേം ചെയ്ത് നമ്മളെ കാർഡ് ടെസ്റ്റ് ചെയ്ത് കൺഫേം ചെയ്തിട്ട് ഡോക്ടറിനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഡോക്ടർ എനിക്ക് കുറച്ച് ടെസ്റ്റുകളൊക്കെ പറഞ്ഞു, ബ്ലഡ് ടെസ്റ്റ് എല്ലാം കൂടെ. അപ്പോൾ തന്നെ 12,000 രൂപയായി. അത് കഴിഞ്ഞിട്ട് ഫോളിക് ആസിഡ് പിന്നെ അതായത് കുറേ ഗുളിക എല്ലാം കൂടെ തന്നു. അതെല്ലാം പിന്നെ അവരോട് ആദ്യം ചോദിച്ചത് 3 വർഷമായോ, 3 വർഷമായിട്ട്. അപ്പം ഞാൻ പറഞ്ഞു അല്ല 3 വർഷം കഴിഞ്ഞിട്ട് മതിയെന്ന് വെച്ചിട്ടാണ്. അയ്യോ 3 വർഷം ആയെങ്കിൽ ഇത് നഷ്ടപ്പെടില്ലോ, നമുക്ക് പറയാനൊക്കത്തില്ലല്ലോ, ഒരു ഇഞ്ചക്ഷൻ കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. 1 അല്ല 2 ഇഞ്ചക്ഷൻ ഉണ്ടായിരുന്നു, 800 സംതിങ് രൂപയായി. ഞാൻ വിചാരിച്ചു പോട്ടെ 3 വർഷം കഴിഞ്ഞിട്ട് ശരിയാ, നമുക്കറിയത്തില്ലല്ലോ. അങ്ങനെ ആ ഇഞ്ചക്ഷൻ എടുത്തു. പിന്നെ എൻ്റെ ഫുൾ ഇപ്പോൾ ഒരു 15 ദിവസം കൂടുമ്പം എനിക്ക് കൺസൾട്ടേഷൻ ആയിരുന്നു. അപ്പം ഞാൻ റിപ്പോർട്ട്സ് ഒക്കെ നോക്കുന്നുണ്ട്. റിപ്പോർട്ട്സ് എല്ലാം നോക്കുമ്പം എൻ്റെ എല്ലാം നോർമലാണ്. അതുപോലെ കുഞ്ഞായതും നോർമലാണ്, നമ്മളൊരു ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടൊന്നുമല്ല. അപ്പോൾ പുള്ളിക്കാരി എന്നോട് 15 ദിവസം കഴിയുമ്പോൾ വരാൻ പറഞ്ഞു. ഞാൻ വന്നുകൊണ്ടേയിരുന്നു. ഇത് ഞാൻ തിരുവല്ല യൂണിവേഴ്സിലല്ല കേട്ടോ കാണിച്ചത്, അതായത് പറയുന്നത് മുമ്പേ പറഞ്ഞുകൊണ്ട് അങ്ങനെയാണെന്ന് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇത് വേറൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലാണ്. അപ്പോൾ ഞാനിങ്ങനെ വന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ 15 ദിവസം കൂടുമ്പോൾ വരുമ്പോൾ എനിക്ക് 800 രൂപയുടെ ഇഞ്ചക്ഷൻ, വാസോപ്രസിനാണോ ഗൊനാഡോട്രോപ്പിൻ എന്തോ ഒരു ഹോർമോൺ ഇഞ്ചക്ഷനാണ്, എന്താണെന്ന് ഞാൻ ഓർക്കുന്നത് കേട്ടോ. അപ്പോൾ അത് എടുത്തു. അപ്പോൾ അത് കുഞ്ഞ് ഉറയ്ക്കാനാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഞാൻ കഴിച്ചുകൊണ്ടേയിരുന്നു. അപ്പോൾ ഇതെല്ലാം ഞാൻ പ്രഗ്നൻസി സ്റ്റോറി പറഞ്ഞിട്ടുള്ളതാണ്. അങ്ങനെ ഒരു 7 മാസത്തോളം ആയപ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു ഒരു ചേട്ടൻ്റെ അടുത്തു നിന്ന് ഒരു 10-20,000 രൂപയ്ക്ക് മേലെ പോയി കാണും. ഈ ഒരു 7 മാസത്തിനകം തന്നെ അത്രയും രൂപയോളം ആ ഹോസ്പിറ്റലിൽ ഞങ്ങൾ കൊടുത്തു. പ്രത്യേകിച്ചൊന്നുമില്ല, ലാബ് ടെസ്റ്റ് വേറെയാണ് കേട്ടോ, ഗുളികയ്ക്ക് ഇങ്ങനെയുള്ള സംഭവമെല്ലാം വേറെ. പക്ഷേ അവിടെ നമുക്ക് പറ്റുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ നമ്മളൊരു പ്രൈവറ്റിൽ കാണിക്കുമ്പോൾ അവർ തീർച്ചയായിട്ടും അവിടുത്തെ ഫാർമസിയിൽ നിന്ന് വാങ്ങിക്കാനുള്ള ഗുളികകൾ തരുന്നുള്ളൂ. അപ്പോൾ ഇത് ഏറ്റവും ആദ്യം നമ്മൾ അറിയേണ്ട കാര്യം, നമുക്ക് പ്രഗ്നൻ്റ് ആയി എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയും കൂടെ പറഞ്ഞിട്ട് പോകാം. പിന്നെ 7 മാസം മുതൽ ഞാനൊരു ഗവൺമെൻറ് ഹോസ്പിറ്റൽ, അതിന് റീസൺ ഉണ്ട്. എൻ്റെ ഒരു റിലേറ്റീവ് ആൻറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞു ധൈര്യമായിട്ട് ഇങ്ങോട്ട് വന്നതിൻ്റെ റിപ്പോർട്ട്സ് എല്ലാം നോർമലാണ്, നമുക്ക് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ മതി, ഒരു പ്രശ്നമില്ല, നീ ഇവിടെ വന്നൊന്ന് കണ്ടു നോക്കാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ ചെന്നു. അപ്പോൾ ഒരു ഭയങ്കര വൃത്തി, നീറ്റ്നെസ് എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റായിരുന്നു. അതൊരു ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണ് ഞാൻ പോയത്. എല്ലാവർക്കും അറിയാമായിരിക്കും, മീൻസ് വീഡിയോ നേരത്തെ കണ്ടവർക്ക് അറിയാമായിരിക്കും. ഭയങ്കര നീറ്റ്നെസ് ആയിരുന്നു. അതുപോലെ നമ്മൾ വിചാരിച്ചു പേവാർഡ് കിട്ടണമെന്നൊക്കെ ആഗ്രഹം വരുമല്ലോ, നമ്മൾ അങ്ങനെ ശീലിച്ചിട്ടുള്ള ഒരാളായിരുന്നു. പക്ഷെ അന്നേരം അതില്ലായിരുന്നു, കോവിഡിൻ്റെ ടൈം കൂടിയായിരുന്നു. അതുകൊണ്ട് പേവാർഡ് കിട്ടിയില്ല. എന്നാലും പേവാർഡ് മീൻസ് ഒരു റൂമിനേക്കാളും വൃത്തിയായിട്ടുള്ളൊരു വാർഡും നേഴ്സുമാരും നല്ലൊരു കംഫർട്ടബിൾ ആയിരുന്നു, ഡോക്ടർ കംഫർട്ടബിൾ ആയിരുന്നു. പിന്നെ ഒബ്വിയസ്ലി എൻ്റെ ഒരു ആൻറ്റി അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആൻറ്റി നമുക്കൊരു സപ്പോർട്ടായിട്ട് കൂടെ നിൽക്കുന്നതുകൊണ്ട് തന്നെ എനിക്കങ്ങനെ പേടിയൊന്നും തോന്നിയില്ല. അപ്പോൾ ആദ്യത്തെ സംഭവം ഞാൻ വിട്ട് ഇതിലോട്ട് പോവുകയാണ്. അപ്പം ഞാൻ നോക്കിയപ്പോൾ എൻ്റെ റിപ്പോർട്ട്സൊക്കെ ഞാൻ തന്നെ ഒന്ന് അനലൈസ് ചെയ്തു. അപ്പോൾ എനിക്ക് ഓക്കെ ആണെന്ന് തോന്നി, അതായത് മീൻസ് എനിക്ക് കുഞ്ഞിനും പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ പിന്നെ അതിൻ്റെ ആവശ്യമുള്ളൂ എന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ ഇവിടുന്ന് മാറാനുള്ളൊരു കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞ ഒരു ഇഞ്ചക്ഷൻ എടുക്കുന്നതെന്ന്. അപ്പോൾ ആ ഇഞ്ചക്ഷൻ ഒരിക്കലും 1.5 മാസം കഴിഞ്ഞാൽ എടുക്കാൻ പാടില്ലാത്തൊരു ഇഞ്ചക്ഷനാണ്. കാരണം അത് എടുത്തു കഴിഞ്ഞാൽ കുഞ്ഞ് നമ്മുടെ യൂട്രസിൽ ഉറച്ചു പോവുകയും നമുക്ക് നോർമൽ ഡെലിവറി നടക്കത്തില്ല, ഓപ്പറേഷനിലോട്ട് ലീഡ് ചെയ്യുകയും ചെയ്യും. അത് ഞാൻ നമുക്ക് വേറെ റിലേഷൻസ് ഉണ്ട്, അതുവഴി ഞങ്ങൾ അറിഞ്ഞതാണ്. അപ്പോൾ അങ്ങനെ ഉറച്ചു പോകും. പിന്നെ കുഞ്ഞിനെ നമുക്ക് ഡെലിവറി ചെയ്യണമെന്നുണ്ടെങ്കിൽ പാടാണെന്ന് മനസ്സിലായതുകൊണ്ടാണ് നമ്മൾ അവിടുന്ന് പതുക്കെ സ്കൂട്ടായത്. പിന്നെ അവരുടെ ഒരു പ്രത്യേകത, നമ്മുടെ ഫയൽസ് എല്ലാം അവിടെ ആയിരിക്കും. പിന്നെ നമുക്ക് തിരിച്ചൊന്നും കിട്ടത്തില്ല, അതായത് ബ്ലഡ് റിപ്പോർട്ടായാലും ഹോസ്പിറ്റലിൽ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അവരുടെ ഫയലിലായിരിക്കും, നമ്മുടെ കയ്യിൽ അത് എത്തുന്നില്ല. അപ്പം ഞാനൊരു ബ്ലഡ് റിപ്പോർട്ട് എടുക്കാൻ പോയ സമയത്തിന് 7 മാസം ആയെന്ന് ഓർത്തോണം. അപ്പം അത്രയും സമയമായപ്പോഴത്തേക്ക് ഞാൻ പതുക്കെ അതിൽ നിന്ന് സ്കൂട്ടായിട്ട് ഫയൽ എൻ്റെ കയ്യിലാക്കി ഞാൻ പെട്ടെന്ന് എല്ലാത്തിൻ്റെ ഒരു ഫോട്ടോയും എടുത്ത് അതിൻ്റെ എല്ലാ കോപ്പി കൊണ്ടാണ് ഞാൻ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോകുന്നത്. ഞാൻ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നിന്ന് ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് മാറാനുള്ള കാരണങ്ങളും ഞാനന്ന് നേരിട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. പിന്നെ നമുക്ക് ചുമ്മാ കുറച്ച് ഒരു ഹോസ്പിറ്റലിനെ ഇങ്ങനെ ആയതുകൊണ്ട് ഗവൺമെൻറ്റിലോട്ട് മാറേണ്ട കാര്യമുണ്ടോ എന്നൊക്കെയുള്ള സംശയങ്ങൾ വരും. അപ്പോൾ മെയിൻലി എല്ലാവരും ഗവൺമെൻറ് തിരഞ്ഞെടുക്കാനുള്ള കാരണം, ഒന്നാമത്തെ കാര്യം ഞാൻ പറയുന്നത്, സാമ്പത്തികം ഉണ്ടെങ്കിലും ഇല്ലേലും നമ്മൾ കല്യാണം കഴിച്ച് ചെല്ലുന്ന വീട്ടിൽ ആദ്യത്തെ പ്രഗ്നൻസി എടുക്കുന്നത് പെണ്ണിൻ്റെ വീട്ടുകാരായിരിക്കും. അപ്പോൾ ചെറുക്കൻ്റെ വീട്ടുകാർ കാണിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇച്ചിരി നല്ല ഹോസ്പിറ്റലിൽ പോകത്തുള്ളൂ, ഞങ്ങൾ പ്രൈവറ്റിലേ പോകത്തുള്ളൂ. അപ്പോൾ ഒരു ഗമ കാണിക്കും മറ്റുള്ളവരുടെ മുമ്പിൽ. നമ്മൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി എന്ന് പറയുമ്പോൾ അതിൻ്റെ പുച്ഛമുള്ള പോലെ. വേണമെങ്കിൽ നമുക്ക് സർക്കാർ ജോലി വേണം, പിന്നെ പെൻഷൻ എവിടെ നിന്ന് കിട്ടുന്നോ അവിടെ നിന്നെല്ലാം പെൻഷൻ വേണം, എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് പേര് കൊടുത്തിട്ട് ജോലി ഇല്ലെങ്കിൽ അതിൻ്റെ പൈസയും വേണം, എല്ലാം വേണം ഗവൺമെൻറ്. പക്ഷേ നമ്മൾ ഗവൺമെൻറ് ആശുപത്രിയിലാണ് പോയെന്ന് പറയുമ്പോൾ ഒരു നാണക്കേട് വരും.
അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ ആളുകളും എൻ്റെ ഒരു 1-2 പേരുടെ ഒരു അനുഭവം വെച്ചിട്ട് ഞാൻ പറയുകയാണ്, കൂടുതൽ ആളുകളും ഗവൺമെൻറ്റിലോട്ട് പോകാത്തത്. കയ്യിൽ 5 പൈസ കാണത്തില്ല. എന്നാലും ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആദ്യം കല്ലുണ്ടതിന് ഈ ഒരു കേസിനല്ല നമ്മൾ പോയത്. എനിക്ക് ആദ്യത്തെ ആ ഒരു നടുവിൻ്റെ പ്രശ്നം വന്നപ്പോൾ എനിക്കൊരു വിശ്വാസം നഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ പ്രൈവറ്റിനെ പോയി സമീപിച്ചത്. അപ്പോൾ 6-7 മാസം കൊണ്ട് തന്നെ 20,000-ന് മേലെ ചിലവായിട്ടുണ്ട്. ലാബ് സ്കാനിൻ്റെ ഒക്കെ വേറെ, ഇത് ഹോസ്പിറ്റലിൽ മാത്രം ചിലവായിട്ടുള്ള കാര്യമാണ് പറയുന്നത്. അപ്പോൾ എന്താണ് ഇതിനു വേണ്ടി ചിലവാകാമെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല, എന്തൊക്കെ ചിലവായി. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ പ്രഗ്നൻ്റ് ആയിട്ട് 3 മാസത്തിനകം തന്നെ നമ്മുടെ ഹെൽത്തിലും രജിസ്റ്റർ ചെയ്യണം, അതേപോലെ അംഗൻവാടിയിലും. അതായത് 1.5 മാസത്തെ സ്കാൻ കഴിഞ്ഞ് കൺഫേം ആയി കഴിഞ്ഞ ഉടനെ നിങ്ങൾ അത് 2 കാര്യങ്ങൾ ചെയ്യണം. കാരണം ഹെൽത്തിൽ നിന്ന് നമുക്കൊരു ഫ്രീ ആയിട്ടുള്ള BP, വെയിറ്റ് ഗെയിനിങ് കാര്യങ്ങൾ ഇതെല്ലാം നമുക്ക് കിട്ടും. അതേപോലെ തന്നെ നമുക്കുള്ള സപ്ലിമെൻറ്റ്സ്, അതായത് ഫോളിക് ആസിഡ്, അയൺ ആൻഡ് കാൽസ്യം, ഇതെല്ലാം ഗവൺമെൻറ് നമുക്ക് ഫ്രീ ആയിട്ട് തരുന്നതാണ്. അപ്പോൾ ഈ സാധനങ്ങളെല്ലാം നമുക്ക് ഫ്രീ ആയിട്ട് വീട്ടിൽ കിട്ടും. നമ്മളതിന് പൈസ കൊടുത്ത് വാങ്ങിക്കേണ്ട കാര്യമില്ല. ഞാനീ പറയുന്നത് നമുക്ക് പ്രോബ്ലംസ് ഒന്നും റിപ്പോർട്ട്സിൽ ഇല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അവരുടെ ടാബ്ലറ്റ്സ് ഒക്കെ കഴിക്കുന്നതിന് യാതൊരു ഇതുമില്ല. എന്നാൽ ചിലർക്ക് കാണുമല്ലോ ഓവറായിട്ട് വെയിറ്റ് കൂടത്തില്ല, അങ്ങനെയൊക്കെ വരുമ്പോൾ സമയത്ത് ഡോക്ടർമാർ പേഴ്സണലി കുറച്ച് ഇച്ചിലൂടെ ബെറ്റർ ആയിട്ടുള്ള കാൽസ്യം അതൊക്കെ അവർ സജസ്റ്റ് ചെയ്യാറുണ്ട്. എനിക്കങ്ങനെ സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നോർമലായിട്ടുള്ള റിപ്പോർട്ട്സ് നമുക്ക് വലിയ പ്രശ്നങ്ങളും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഹെൽത്തിൽ നിന്ന് കിട്ടുന്ന ഗുളികയാണ് ഏറ്റവും നല്ലത്. നമുക്ക് 1 രൂപ ചിലവില്ലാതെ നമ്മുടെ വീട്ടിൽ കൊണ്ടുതരും. പിന്നെ അംഗൻവാടി രജിസ്റ്റർ ചെയ്യണമെന്ന് പറയുന്നത് 3 മാസത്തിനകം രജിസ്റ്റർ ചെയ്തെങ്കിൽ മാത്രമേ നമുക്കൊരു 5,000 രൂപയുടെ സ്കീമുണ്ട് ഫസ്റ്റ് പ്രഗ്നൻസിയിൽ. അപ്പോൾ ആ സ്കീം അനുസരിച്ച് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അതിനൊരു 3 ഫോം ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആദ്യത്തെ ഫോമൊക്കെ നമ്മൾ ആദ്യമേ പൂരിപ്പിച്ചൊക്കെ കൊടുക്കും. നമ്മുടെ ആധാർ കാർഡും ഒക്കെ വെച്ചിട്ടാണ് ഈ സംഭവങ്ങളെല്ലാം ഫില്ല് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ 3 മാസത്തിനകം വേണമെന്നതാണ് ഞാൻ പറഞ്ഞത്. അത് ഇപ്പം നിർബന്ധമാണ്. അപ്പം ഞാനതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കല്ലൂന്. അപ്പോൾ 3ാമത്തെ ഫോമും കൊടുത്തു. പക്ഷേ എനിക്ക് 5,000 രൂപയിൽ 3,000 രൂപ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. 2,000 രൂപ കിട്ടിയിട്ടില്ല. അത് അവരുടെ ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ മൂലമായിരുന്നു. കാരണം അവരത് ഫോർവേഡ് ചെയ്ത് വിട്ടില്ലായിരുന്നു. അത് കാരണം എനിക്ക് ആ 2,000 നഷ്ടപ്പെട്ടു. ലീഗലി മുമ്പോട്ട് പോകാവുന്നതേ ഉള്ളൂ. കാരണം എനിക്ക് അവകാശപ്പെട്ട ഒരു എമൗണ്ട് ആണ് എനിക്ക് നഷ്ടമായത്. അപ്പോൾ അത് നിങ്ങൾക്ക് നഷ്ടപ്പെടാതിരിക്കാനാണ് ഞാൻ ഈയിടെയാണ് അത് അറിഞ്ഞത്. ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ മൂലമാണ് അത് നഷ്ടപ്പെട്ടത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവാതിരിക്കാനാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ കാര്യങ്ങൾ ഇപ്പം നമുക്ക് 60 വയസ്സ് കഴിഞ്ഞാൽ പെൻഷൻ കിട്ടണം, അല്ലെങ്കിൽ എഴുതി കൊടുക്കണം. അതെന്തോ നമ്മൾ എത്ര പൈസ ഉള്ളവരാണേലും ആ സർക്കാരിൽ നിന്ന് കിട്ടുന്ന പൈസ നമ്മൾ കളയത്തില്ലല്ലോ. പിന്നെന്തിനാ ഇതൊക്കെ കളയുന്നത്? ഇത് 5,000 രൂപയുണ്ട്. ഫസ്റ്റ് ബേബിക്ക് 5,000 രൂപ നമുക്ക് സർക്കാരിൽ നിന്ന് കിട്ടുന്നുണ്ട്, കേന്ദ്ര സർക്കാരിൽ. അപ്പോൾ അത് നിങ്ങൾ ഒരു കാരണവശാലും കളയാൻ പാടില്ല. അത് നിങ്ങളുടെ ഉദ്യോഗസ്ഥർ കറക്റ്റായിട്ട് തന്നെ ഇത് മുമ്പോട്ട് പോകുന്നുണ്ടോ എന്നുള്ളത് എപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ഇതൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു, എന്നിട്ടും എൻ്റെ അത് നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നമ്മളെപ്പോഴും അലേർട്ടായിട്ടിരിക്കുക. നമ്മൾ ആ ഫോമിന് കൊടുത്തിട്ടുള്ള പൈസ, കല്ലൂന് 3 വയസ്സായി, പക്ഷേ ഇപ്പം അന്ന് എൻ്റെ കൂടെ കൊടുത്ത കുറേ ആളുകൾ ഉണ്ടായിരുന്നിരിക്കാം. അവരുടെ ഒത്തിരിയും പേരുടെ അതുപോലെ ബാക്കി പൈസ നഷ്ടമായിട്ടുണ്ട്. 3ാമത്തെ ഫോമിലാണ് അവരത് ചെയ്തത് കേട്ടോ. 1ഉം 2ഉം ഫോം എനിക്ക് അതിൻ്റെയാണ് ആ 3,000 എനിക്ക് കിട്ടിയത്, 2,000 എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പം 3ാമത്തെ ഫോം അവർ ഫോർവേഡ് ചെയ്തിട്ടില്ല. അങ്ങനെ കുറേ പേരുടെ പോയിട്ടുണ്ട്. പക്ഷേ കുഞ്ഞിന് 570 ദിവസമായ കുഞ്ഞുങ്ങളുടെ എല്ലാം പിന്നെയും അവർ ബാക്കി കൊടുക്കുന്നുണ്ടെന്ന് അറിഞ്ഞു. പക്ഷേ കല്ലൂന് ഇപ്പോൾ 3 വയസ്സായി, ഇനി എനിക്കത് കിട്ടത്തില്ല എന്നാണ് പറഞ്ഞത്. ലീഗലി പോകുന്നില്ല. എന്നാലും ഞാൻ പറയുകയാണ്, അതൊക്കെ നമുക്ക് അവകാശപ്പെട്ടതാണ്, അത് ആരും കളയരുത്. അതേപോലെ 2ാമത്തെ ബേബി പെൺകുട്ടിയാണെങ്കിൽ 6,000 രൂപയുടെ ഒരു സ്കീം കൂടെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ കൃത്യമായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്തുള്ള അംഗൻവാടി, പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ, അതായത് ഹെൽത്ത് സെൻറ്റേഴ്സ്, ഇവരുമായിട്ട് നമ്മൾ എപ്പോഴും കോൺടാക്റ്റിലിരിക്കുക. കാരണം ഇവർ കറക്റ്റായിട്ട് നമുക്ക് വാക്സിൻ എടുക്കേണ്ട ഡേറ്റ്, TT എടുക്കേണ്ട ഡേറ്റ്, ഇതെല്ലാം നമ്മൾ മറന്നാലും നമ്മളെ വിളിച്ച് ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ അത് കാരണം നിങ്ങൾ അത് ഒരു കാരണവശാലും അല്ലെങ്കിൽ അംഗൻവാടി പോകുന്ന മടിയാണെന്നോ അവരുടെ 5 അമൃതം പൊടി കിട്ടിയിട്ട് നമുക്ക് എന്തോ ആവാനോ അങ്ങനെ വിചാരിക്കുകയും ചെയ്യരുത്. നമുക്ക് കിട്ടേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവരുമായിട്ട് ബന്ധപ്പെട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ അതറിയാത്തവർ കുറേ പേര് കാണുമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ അതൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഞാൻ ഈ ഗവൺമെൻറ് ഹോസ്പിറ്റലിലോട്ട് മാറിയെന്ന് പറഞ്ഞാൽ 7 മാസത്തിന് ശേഷം, അതിനുശേഷം എനിക്ക് വണ്ടിക്കൂലി അല്ലാതെ 1 രൂപ ചിലവായിട്ടില്ല. വണ്ടിക്കൂലി മീൻസ് അതും നമുക്ക് കിട്ടും. JSSK സ്കീം വഴിയിട്ട് നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ ചാർജ്, അങ്ങനെയുള്ള എല്ലാ സ്കീമുകളും, വാർഡിലാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഫുഡ് വരെ JSSK സ്കീമിൽ പെടുന്നതാണ്. അപ്പോൾ ഇതെല്ലാം നമുക്ക് കിട്ടും. പക്ഷേ ഞങ്ങൾ വണ്ടിക്കൂലിക്കൊന്നും ചോദിക്കാനൊന്നും പോയിട്ടില്ല. അത് നമ്മുടെ ആവശ്യമില്ല. നമ്മുടെ അടുത്ത ആശുപത്രി ഉണ്ടായിട്ട് ഞങ്ങൾ അടൂർ പോയപ്പോൾ അതങ്ങനെ ചോദിക്കുന്നത് ശരിയല്ലെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അടൂർ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ എനിക്ക് ചിലവായ തുക എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. കൂടെ നിൽക്കുന്ന ആൾക്ക് വാങ്ങിച്ച ഫുഡ്, പിന്നെ ഞാൻ കഴിച്ച ഫുഡ്, ഞാൻ അതൊന്നും പിടിക്കാനൊന്നും പോയിട്ടില്ല. പക്ഷെ അവിടെയും നമുക്ക് എത്ര 600-700 രൂപ നമ്മുടെ അക്കൗണ്ടിലോട്ട് കയറണം കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ. എനിക്ക് കയറിയിട്ടില്ല കേട്ടോ അത്. പക്ഷേ അത് ഞാൻ അതിൻ്റെ പുറകെ പോയിട്ടില്ല. അത് പോകുന്നവരാണെങ്കിൽ അതെല്ലാം കിട്ടുന്ന പൈസയാണ് കേട്ടോ. അപ്പോൾ 500-600 രൂപയും കണ്ട് നമ്മുടെ അക്കൗണ്ടിൽ കയറും. പിന്നെ അതുപോലെ 1 രൂപ നഷ്ടമില്ല. അതായത് നമ്മളൊരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോവുകയാണ്, നമുക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ട് ഒരു ചിലവില്ല. നമ്മൾ 1 രൂപ പോലും അങ്ങോട്ട് ചിലവാക്കുന്നേ ഇല്ല. നമ്മുടെ ഈ വെളിയിലുള്ള ലാബ് ടെസ്റ്റുകൾ
മാത്രമേ ആകുന്നുള്ളൂ. ആ ലാബ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ബ്ലഡുകൾ കംപ്ലീറ്റ് ഹോസ്പിറ്റലാണ് എടുക്കുന്നത്. അതിനും പൈസയൊന്നും ആകത്തില്ല. നമുക്ക് OP ടിക്കറ്റിന് പൈസ ആകത്തില്ല, ബ്ലഡ് ടെസ്റ്റിന് പൈസ ആകത്തില്ല, ഒരു കാര്യത്തിനും പൈസ ആകത്തില്ല. പക്ഷെ നമുക്ക് സ്കാൻസ് വെളിയിൽ ചെയ്യേണ്ടി വരും. ഇനി ഈ സ്കാനിൻ്റെ കാര്യം പറയുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്കാൻസ് ഉണ്ടല്ലോ, 1.5 മാസത്തെ, 5 മാസത്തെ, അങ്ങനത്തെ കുറേ ഒരു 3 സ്കാനുണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള. ആ 3 സ്കാനും JSSK സ്കീമിൽ വരുന്നതാണ്. അതും അവിടെ തന്നെ ചെയ്യും. പക്ഷേ ഈ ഡോപ്ലർ സ്റ്റഡി അതൊന്നും വരത്തില്ല. മെയിൻ ആയിട്ടുള്ള സ്കാൻസ് എല്ലാം ഈ JSSK സ്കീമിൽ വരുമ്പോൾ അതും ഫ്രീ ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അടൂർ ഗവൺമെൻറ് ഹോസ്പിറ്റലാണെങ്കിൽ ആ സ്കാൻസ് ഹോസ്പിറ്റലിൽ തന്നെ ചെയ്യും. റാന്നിയിലാണെങ്കിൽ അതിനടുത്തൊരു ലാബുണ്ട്. ആ ലാബിൽ നമുക്ക് ഈ സ്കീം വഴി നമുക്ക് പൈസ ഇല്ലാതെ തന്നെ ഇതെല്ലാം ചെയ്തു തരും. അപ്പോൾ ഇങ്ങനെ കുറേ ബെനിഫിറ്റ്സ് ഉണ്ട് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ആശ്രയിക്കുമ്പോൾ. അപ്പോൾ പ്രൈവറ്റിൽ ചെന്നിട്ട് JSSK സ്കീം തരാൻ പറഞ്ഞാൽ അവർ തരത്തില്ല. അവർ പറയുന്നത് അവർ നമുക്ക് തരുന്നത് എന്തായിരിക്കും, ഒന്നുകിൽ നമ്മുടെ ഒരു ESI, നമ്മളെ ജോലി ആസ്പദമാക്കിയുള്ള ഒരു ESI ഒക്കെ ആയിരിക്കും. അതൊക്കെ ഉണ്ടെന്ന് കരുതിയിട്ടായിരിക്കും പോകുന്നത്. അപ്പോൾ ഇവരെന്ത് ചെയ്യുന്നറിയോ, കുഞ്ഞ് ജനിച്ച് കഴിയുമ്പോൾ കുഞ്ഞിനെ NICUലോട്ട് മാറ്റും. കാരണം മെയിൻ ഒരു റീസൺ കണ്ണിലെ മഞ്ഞ കളറായിരിക്കും, കുഞ്ഞിൻ്റെ കണ്ണിൽ മഞ്ഞ കളർ. അപ്പോൾ എനിക്ക് രണ്ടാമത്തെ കുഞ്ഞ് കാശിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ കാശിക്ക് കണ്ണിന് നല്ല മഞ്ഞ കളറായിരുന്നു. 28 കഴിഞ്ഞിട്ടും അവൻ്റെ കണ്ണിൽ നല്ല മഞ്ഞ കളർ, നല്ല മഞ്ഞാന്ന് പറഞ്ഞാൽ മഞ്ഞ് ഭയങ്കര മഞ്ഞായിരുന്നു. അവൻ്റെ കണ്ണിലോട്ട് നോക്കുമ്പോൾ എനിക്ക് പേടി വരുമായിരുന്നു, കുഞ്ഞിന് എന്തെങ്കിലും അസുഖമാണോ എന്നൊക്കെ. അപ്പോൾ നമ്മൾ പിന്നെ അതും ഒരു ഗവൺമെൻറ് ഡോക്ടറാണ്, ഞങ്ങൾ വീട്ടിൽ പോയി കണ്ടു, പീഡിയാട്രീഷ്യൻ ഡോക്ടറിൻ്റെ അടുത്ത്. എനിക്ക് ഡോക്ടറിൻ്റെ അടുത്ത് നിന്നൊരു സമാധാനമാണ്. ഡോക്ടറോട് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒന്നും പേടിക്കണ്ട, നല്ല പോലെ ഫീഡ് ചെയ്തോളൂ, പാൽ കൊടുത്തോളൂ, നല്ല പോലെ പാൽ കൊടുത്തോളൂ, പിന്നെ വെയിൽ കാണിക്കാൻ പറഞ്ഞു. വെയിൽ കാണിക്കുമ്പോൾ അതങ്ങ് മാറിക്കോളും. അപ്പോൾ എനിക്ക് മഞ്ഞപ്പിത്തത്തിൻ്റെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ടെസ്റ്റ് ഉണ്ടായിരുന്നു. അത് ടെസ്റ്റ് ചെയ്തപ്പോൾ ചെറിയ രീതിയിൽ മഞ്ഞപ്പിത്തം ഉണ്ട്, പക്ഷെ അതങ്ങ് മാറിക്കോളും. അതിനിപ്പോൾ വേറെ ഒന്നും ചെയ്യേണ്ട, നീ നല്ലപോലെ പാൽ കൊടുത്ത് ഇച്ചിരി വെയിലൊക്കെ കാണിക്കാൻ പറഞ്ഞു. ഞാൻ അതുപോലെ ചെയ്തു. കുഞ്ഞിൻ്റെ മഞ്ഞ കളറൊക്കെ പോയി. പക്ഷേ ഈ ഒരു റീസൺ മതി. നമുക്ക് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ NICUവിൽ ഒരു ഇടുക എന്ന് പറഞ്ഞാൽ ഒരു ദിവസമൊക്കെ 10,000, 20,000, 5,000 അങ്ങനെ പല റേറ്റുകളാണ്. ഓരോ ഹോസ്പിറ്റലിൻ്റെ ഫെസിലിറ്റീസ് അനുസരിച്ച് എൻ്റെ റേറ്റ് മാറിക്കൊണ്ടേയിരിക്കും. ഇതിനടിച്ചോ, ഇതിനടിച്ചോ. അപ്പോൾ കല്ലുവിനെ ഞാനിങ്ങനെ കളർ ചെയ്യാൻ ഇരുത്തിയിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. എനിക്ക് ഇഷ്ടമാണ് കളർ ചെയ്യാൻ. അപ്പോൾ അതിനോളും അങ്ങനെ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്. അപ്പോൾ നമുക്ക് ഈ ഓരോ ആവശ്യങ്ങളും നമുക്ക് പ്രൈവറ്റ് ഹോസ്പിറ്റലിനേക്കാൾ കൂടുതൽ നമുക്ക് ഇങ്ങോട്ട് പൈസ കിട്ടുകയും ചെയ്യും. നമ്മളൊരു അസുഖം അതിന് പച്ചയാമോനോ അവിടെ പച്ച വെച്ചിട്ടുണ്ട് നോക്കി. നമ്മൾ ഓരോ ആവശ്യങ്ങൾക്ക് അങ്ങോട്ട് നമ്മുടെ പൈസ പോകുന്നതിന് പകരം ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കഴിക്കുന്നത് ഇങ്ങോട്ടാണ് കിട്ടുന്നത്. ഒന്നാമത്തെ കാര്യം, എല്ലാവരും പറയുന്ന പോലെ പ്രസവം എന്നൊക്കെ പറയുന്നത് ഒരു അസുഖമല്ല. നമ്മൾ പ്രഗ്നൻ്റ് ആകുമെന്ന് പറഞ്ഞാൽ നമ്മളൊരു അസുഖക്കാരിയായിട്ട് മാറുമല്ല. നമ്മൾ ഹെൽത്തിയാണ്, നമ്മുടെ ബേബി ഹെൽത്തി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടിലായാൽ പോലും പ്രസവിക്കുന്ന എത്രയോ എക്സാമ്പിൾസ് ഉണ്ട്. ഡെയിലി പത്രങ്ങളിലൊക്കെ വായിക്കത്തില്ല, വീട്ടുകാർ പോലും അറിയാതെ ബാത്റൂമിൽ പ്രസവിച്ചിട്ട് കുളിച്ചിരുന്നു എന്നൊക്കെ കേട്ടിട്ടില്ലേ. അങ്ങനെയൊക്കെ ചെയ്യുന്നവർ വരെ ഉണ്ട്. അതാണ് ഞാൻ പറയുന്നത്, ഒരു അസുഖമൊന്നുമല്ല. വേണമെന്ന് വെച്ചിട്ടൊക്കെ വേരിലും കഴിക്കുന്ന പറഞ്ഞാൽ നമുക്ക് പ്രൈവറ്റിൽ ചെന്നാലേ നമുക്ക് പറ്റുമെന്നൊന്നുമില്ല. പ്രൈവറ്റിൽ ചെന്നാൽ കുറേ ഫെസിലിറ്റീസ് ഉണ്ട്, നല്ല ഫെസിലിറ്റീസ് ഉണ്ട്. നമുക്ക് ഇച്ചിരി ലക്ഷറി ആയിട്ടൊക്കെ നിൽക്കാവുന്നേ ഉള്ളൂ. പക്ഷേ എന്ന് പറഞ്ഞാൽ എല്ലാ പ്രൈവറ്റ് ഹോസ്പിറ്റലും ലക്ഷറീസ് ആണോ? നമ്മൾ ചിലപ്പോൾ അവിടെ ചെല്ലുമ്പോൾ നീറ്റ്നെസ്സിൻ്റെ പ്രശ്നമൊക്കെ കാണും. ഇപ്പോൾ പഴയ പോലെ അല്ല, ഗവൺമെൻറ് ഹോസ്പിറ്റലൊക്കെ അടിപൊളിയാണ്, നല്ല വൃത്തിയായിട്ടാണ് അവർ കൊണ്ട് നടക്കുന്നത്. പിന്നെ അതുപോലെ NSS സ്റ്റുഡൻസ് ഒക്കെ നല്ലപോലെ തന്നെ ഹോസ്പിറ്റൽ വൃത്തിയാക്കാനും ഒക്കെ മുന്നിട്ടിറങ്ങുന്നവരുണ്ട്. അപ്പോൾ അതേപോലെ ഫുഡിൻ്റെ കാര്യത്തിൽ ചിലവില്ല. എന്തിനാണ് നമ്മൾ അനാവശ്യമായിട്ട് പൈസ ചിലവാക്കുന്നത്? നമുക്ക് കിട്ടാനുള്ളത് നമ്മൾ വാങ്ങിച്ചെടുക്കുക, നമ്മൾ നഷ്ടപ്പെടുത്താതിരിക്കുക. അതല്ലേ എല്ലാവരും നോക്കുന്നത്. എല്ലാവരും ഓടുന്നത് പൈസയ്ക്ക് പിന്നാലെയാണ്. അപ്പം നമ്മൾ ഓക്കെ, ഒരു പ്രൈവറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ 1 ലക്ഷത്തിന് മേലെയാണ് ഓപ്പറേഷൻ. സിസേറിയൻ ആണെങ്കിൽ 1 ലക്ഷത്തിന് മേലെ ചിലവാകും. നോർമൽ ഡെലിവറി ആണെങ്കിൽ 30 to മേളിലോട്ട് നോക്കിയാൽ മതി. നമുക്ക് ആ സമയത്തേതാണ് ഞാൻ പറഞ്ഞത്, അതിന് മുമ്പിലത്തെ ചിലവ് വേറെ. മീൻസ് സിസേറിയൻ വരുമ്പോൾ 1 ലക്ഷം എന്ന് പറയുന്നത് മൊത്തത്തിലുള്ളത് ഞാനങ്ങ് പറഞ്ഞതാണ്. ഏകദേശം എന്തായാലും ഒരു 50-ന് മേളിലോട്ടല്ലേ ആവത്തുള്ളൂ. എത്ര ചെറിയ പ്രൈവറ്റ് ആണെന്ന് പറഞ്ഞാലും 50-ന് മേളിലോട്ട് സിസേറിയനും 30-ന് മേളിലോട്ട് ഇതും. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് 1 രൂപ ചിലവായിട്ടില്ല. പിന്നെ നമുക്ക് ഞാൻ പറഞ്ഞിട്ടില്ലേ, ഞാൻ എൻ്റെ ഡെലിവറി സ്റ്റോറിയിൽ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ആ സമയത്ത് നമുക്കൊരു വിഷമം വരുന്നൊരു ഇതാണ് നമ്മുടെ ആയമാരൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നൊരു സമയം. അന്നേരം നമുക്കങ്ങ് തോന്നും അവർക്ക് എന്തെങ്കിലും ചെയ്ത് കൊടുത്താലോ തോന്നും, അവർക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കുമോ, അങ്ങനെയൊക്കെ ചെയ്യും. അതൊക്കെ നമ്മുടെ മൈൻഡ് പോലെയിരിക്കും. അപ്പോൾ അനാമത്തായിട്ട് പൈസ കളയരുതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇപ്പോൾ കുറേ പേരുടെ അനുഭവം വന്നു. അപ്പോൾ പണ്ടത്തെ കുറേ ആളുകൾ JSSK സ്കീം എന്താണെന്നൊക്കെ ചോദിച്ചു. എളുപ്പമാണ്. ഹോസ്പിറ്റലിൽ ചെന്നിട്ട് നമ്മൾ ആധാർ കാർഡ്, ബാങ്കിൻ്റെ പാസ്ബുക്ക് ഇതുകൊണ്ട് നമ്മൾ കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്ത് നമ്മുടെ പ്രഗ്നൻസി എല്ലാം ഓക്കെയാണ് കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ചെന്ന് രജിസ്റ്റർ ചെയ്യാവുന്നതേ ഉള്ളൂ. ആ കാർഡ് ഉണ്ടെങ്കിൽ ആ കാർഡ് നമ്മൾ കളയാതെ സൂക്ഷിക്കുക. കുഞ്ഞിന് 6 മാസം വരെ എങ്ങാണ്ട് ആ കാർഡ് വാലിഡിറ്റി ആണ്. അത് വെച്ചിട്ട് നമുക്ക് മരുന്നുകളും കാര്യങ്ങളും എല്ലാം നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും. നമുക്ക് ബ്ലഡ് ടെസ്റ്റുകൾ, ഷുഗർ ടെസ്റ്റ് ഇതെല്ലാം ഫ്രീ ആണ്. വെറുതെ 1500, 1700 ഒക്കെയാണ് ഈ ബ്ലഡ് ടെസ്റ്റിനൊക്കെ പ്രൈവറ്റിൽ ചെന്ന് നമ്മൾ അത് മാത്രമല്ല, ഓരോ തവണ ഫയൽ എടുക്കുമ്പോൾ എത്രയാണ് 450, 550, 250 ഇങ്ങനെ റേറ്റ് പല ഹോസ്പിറ്റലിൽ പലതാണ്. അപ്പം നമ്മൾ ആവശ്യമില്ലാതെ
പൈസ കളയണമെന്ന് എല്ലാവരും ഒന്ന് ചിന്തിച്ച് നോക്കുക. നമുക്ക് മറ്റുള്ളവരെ കാണിക്കാനല്ലല്ലോ നമ്മൾ ജീവിക്കേണ്ടത്, നമുക്ക് നമ്മുടെ കാര്യം നോക്കാം. പിന്നെ 100% ഉറപ്പായിട്ടും ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നോർമൽ ഡെലിവറിക്കാണ് കൂടുതൽ സപ്പോർട്ട് ചെയ്യുക. അവരത് കഴിഞ്ഞിട്ട് തീരെ പറ്റുന്നില്ലെങ്കിൽ മാത്രമേ സിസേറിയന് ട്രൈ ചെയ്യത്തുള്ളൂ. അപ്പോൾ അതും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ബെനിഫിറ്റ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആദ്യം കാണിച്ചെടുത്ത് ഓപ്പറേഷൻ ആകാൻ വേണ്ടിയിട്ടാണ് അവർ ട്രൈ ചെയ്തത്. പക്ഷേ ഞാൻ ആഗ്രഹിച്ചത് നോർമൽ ഡെലിവറി ആയിരുന്നു. എനിക്കെന്തായാലും അതാണ് വന്നത്, നോർമലാണ്. എങ്കിലും ഞാൻ പറഞ്ഞതാണ്, നമ്മളെ കൂടുതലും മീൻസ് അവരുടെ ഉദ്ദേശം പൈസയാണ്. മറ്റെന്ന് പറഞ്ഞാൽ അവർക്ക് പ്രത്യേകിച്ചൊന്നും കിട്ടും. ഇനി ഇൻ കേസ് ഡോക്ടർമാരുടെ സ്പെഷ്യൽ കെയറിങ്, അതാണല്ലോ ഒരു വേറൊരു ഘടകം എന്ന് പറയുന്നത്. ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോഴത്തേക്ക് പെട്ടെന്ന് കുറേ ആളുകൾ നിൽക്കുമ്പോൾ പെട്ടെന്ന് നോക്കി മരുന്ന് എഴുതി അങ്ങ് വിടും, അല്ല ഇന്ന ദിവസം വാങ്ങുന്നു പറഞ്ഞിട്ട് എഴുതി അങ്ങ് വിടും. അതാണ് ഒന്നാമത്തെ കാര്യം. ഏതാ ഇനിയൊന്നുമില്ല അടിക്കാൻ, മോൻ ഇഷ്ടമുള്ളത് അടിച്ചു. ഇത് സ്റ്റാറിനൊക്കെ അടിച്ചു. അപ്പോൾ അടുത്ത വേറൊരു പ്രശ്നം നടന്നത് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നമുക്ക് ഡോക്ടർമാരുടെ ഒരു സ്പെഷ്യൽ കൺസൾട്ടേഷൻ. അത് വേണമെങ്കിൽ സിമ്പിളാണ്, അവരുടെ വീട്ടിലൊന്ന് പോയി കണ്ടാൽ മതി. അപ്പോൾ നമുക്ക് ഇങ്ങനെ എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ വീട്ടിൽ കൺസൾട്ടേഷൻ മിക്ക ഡോക്ടേഴ്സും ഉണ്ടല്ലോ. അപ്പോൾ അവരുടെ അടുത്ത് പോയിരിക്കുകയാണെങ്കിൽ അവർ 10-15 മിനിറ്റ്, അതായത് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നിങ്ങളുടെ അടുത്തൊരു ഡോക്ടർ എടുക്കുന്നതിനേക്കാൾ കൂടുതൽ അവരെടുത്ത് നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് എല്ലാ സംശയങ്ങളും ഓപ്പൺ ആയിട്ട് ചോദിച്ചാൽ അവർ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരും. നമുക്ക് നല്ല കംഫർട്ടബിൾ ആക്കി കിട്ടുകയും ചെയ്യും. അല്ല, വേറെ ഏതെങ്കിലും പറഞ്ഞു ചുമ പഠിച്ചു. അങ്ങനെ നമ്മളെ കംഫർട്ടബിളായിട്ട് ഇരുത്താനൊക്കെ ഡോക്ടേഴ്സിന് പറ്റും. അപ്പം അങ്ങനെ ഒരു രീതിക്കാണ് ഞാൻ ഗവൺമെൻറ് ഹോസ്പിറ്റൽ പ്രഗ്നൻസിക്ക് ഗവൺമെൻറ് ഹോസ്പിറ്റൽ ബെറ്റർ ആണെന്ന് ഞാൻ പറയാനുള്ളൊരു കാരണം അതാണ്. അപ്പോൾ ഞാൻ പറയുന്നതിൻ്റെ ആ സെൻസിലെടുക്കുക. മറ്റേ അസുഖങ്ങൾക്ക് ഗവൺമെൻറ്റിലോട്ട് പോട്ടെ എന്ന് വെച്ചാൽ ഒന്നും പറയത്തില്ല. കാരണം ഭയങ്കര ഒരു പ്രശ്നമാണ്, ലാഗ് അടുപ്പിക്കുന്ന പരിപാടി ഹോസ്പിറ്റൽസിനുള്ളതാണ്. നമ്മുടെ ഫാമിലിയിൽ തന്നെ ഒരു സർജറി വന്നപ്പോൾ 1.5 മാസത്തോളം ഒരു ആശുപത്രി കിടന്നിട്ടും ഓപ്പറേഷനുള്ള ഡേറ്റ് കിട്ടാൻ, പ്രഗ്നൻസി അല്ല ഓപ്പറേഷനുള്ള ഡേറ്റ് കിട്ടാൻ താമസിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് താമസിപ്പിച്ചു. നമ്മുടെ അവസ്ഥ പോലും നോക്കാതെ അത് മെഡിക്കൽ കോളേജിലായിരുന്നു. അപ്പോൾ അത് ഒരുപാട് താമസിപ്പിച്ചുകൊണ്ടേയിരുന്നു. എമർജൻസി ആയിട്ട് നടത്തേണ്ട ഒരു ഓപ്പറേഷന് പോലും അവർ താമസിപ്പിച്ചിട്ടുണ്ട്. അതാണ് പറഞ്ഞത്, മോൻ ഇഷ്ടമുള്ള പോലെ വരച്ചോടാ. അപ്പോൾ എമർജൻസി ആയിട്ട് ചെയ്യേണ്ട ഓപ്പറേഷൻ ആണെങ്കിൽ പോലും അതിന് ഭയങ്കരമായിട്ട് താമസം എടുപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, എല്ലാത്തിനും ബെറ്റർ എന്നല്ല ഞാൻ പറഞ്ഞത്. പ്രഗ്നൻസിക്ക് നിങ്ങൾക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ എപ്പോഴും ഗവൺമെൻറ് തന്നെയാണ് നല്ലത്. പിന്നെ എല്ലാവരുടെയും ഇഷ്ടം, ഞാൻ എൻ്റെ ഒരു ഒപ്പീനിയൻ പറഞ്ഞതേ ഉള്ളൂ. കുറേ പേര് സ്കീംസിൻ്റെയും ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ ഗുണവും ദോഷവും ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാനൊന്ന് ഷെയർ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഞാൻ അവിടെ ചെന്നിട്ട് എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങളെല്ലാം എൻ്റെ ഡെലിവറി സ്റ്റോറിയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിന് പിന്നെയും വലിച്ചു നീട്ടി കുളമാക്കാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ഈ പറഞ്ഞ പോലെ സ്കീമിൽ നമ്മൾ ഉറപ്പായിട്ടും രജിസ്റ്റർ ചെയ്യുക. പിന്നെ ഒരു അമ്മയായതിനു ശേഷമുള്ള എന്തെങ്കിലും മീൻസ് ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടോ, അല്ലെങ്കിൽ നമ്മൾ അനുഭവങ്ങളാണല്ലോ നമ്മളെ കുറേ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്നത്. ഇപ്പോൾ 2 പേരുടെ അടുപ്പിച്ചടുപ്പിച്ചിട്ടുള്ള പ്രഗ്നൻസി ആയതുകൊണ്ടും കുറേയൊക്കെ കാര്യങ്ങൾ, കുഞ്ഞിന് ആവശ്യമുള്ള പ്രോഡക്ട്സ്, നല്ല പ്രോഡക്ട്സ് എന്നുള്ള കാര്യങ്ങളൊക്കെ അത്യാവശ്യം എനിക്കറിയാം. ഞാനതുപോലെ ഡോക്ടറിൻ്റെ അടുത്ത് പോയി ചോദിച്ചിട്ടാണ് ഓരോ കാര്യങ്ങൾ നല്ലപോലെ പഠിച്ചിട്ടുമാണ് ഓരോ കാര്യങ്ങൾ യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻറ്റിൽ ചോദിക്കാം. കമൻറ്റിൽ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമായിട്ടുള്ളൊരു വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ അത് ഞാൻ ചെയ്യുന്നതായിരിക്കും. എന്തുകൊണ്ട് ഇപ്പോൾ വീഡിയോ ചെയ്യാനായിട്ട് സമയങ്ങൾ ഭയങ്കര കുറവാണ്. കല്ലും കാശിയും 2 പേരും ഏകദേശം ഒരേ പ്രായത്തിലുള്ളവരായതുകൊണ്ട്, ഒരേ പ്രായം മീൻസ് 2 വയസ്സിൻ്റെ കറക്റ്റ് 2 വയസ്സിൻ്റെ ഡിഫറൻസ് ഉണ്ട്. ആ 2 വയസ്സിൻ്റെ ഡിഫറൻസ് ആണെങ്കിലും അവർ 2 പേരും എപ്പോഴും 2 കുഞ്ഞുങ്ങളല്ലേ. അപ്പോൾ ഞാനിപ്പോൾ കല്ലുവിനെ അംഗൻവാടിയിലൊക്കെ വിട്ട് തുടങ്ങിയിട്ടുണ്ട്. കല്ലു മിടിക്കായിട്ടൊക്കെ അംഗൻവാടി പോകുന്നുണ്ട്. അപ്പോൾ എന്നാലും എനിക്കപ്പോൾ വേറെ പിന്നെ നമ്മുടെ കരിയറിലേക്ക് തിരിയണം. അപ്പോൾ അങ്ങനെ കുറച്ച് ബിസി ആയതുകൊണ്ടാണ് വീഡിയോസ് എല്ലാം വൈകുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു. എന്തെങ്കിലും ഡൗട്ട് അല്ലെങ്കിൽ എന്തിനെ പറ്റിയെങ്കിലും വീഡിയോ വേണമെങ്കിൽ അല്ലെങ്കിൽ ഒരു റിപ്ലൈ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റിൽ ചോദിച്ചോളൂ. അപ്പോൾ നമുക്കൊരു Q&A സെക്ഷൻ പോലെയോ അല്ലെങ്കിൽ അതുമായിട്ട് ഇച്ചിരി പറയാനുള്ളതാണെങ്കിൽ അതൊരു വീഡിയോ ആയിട്ടോ ചെയ്യാൻ പറ്റും. പിന്നെ നമ്മളൊരു ഡോക്ടർ നേഴ്സും ഒന്നുമല്ല, ഞാൻ അതൊന്നും പഠിച്ചിട്ടൊന്നുമില്ല. പിന്നെ നമ്മുടെ അനുഭവത്തിൽ നിന്ന് എനിക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ഷെയർ ചെയ്യും. ഇതും ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് ഷെയർ ചെയ്ത കാര്യമാണ്. അപ്പോൾ വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ ചോദിക്കാം. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നുണ്ട്. ബൈ.